ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ഇന്ന് വീഡിയോ അതെങ്ങനെ വരും എന്നറിയില്ല, നോക്കട്ടെ. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, എന്തായാലും നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താ വരുന്നത് നോക്കാം നമുക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ആൻഡ് നിങ്ങളുടെ ഇന്ന് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ എന്താ നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, 7 of Wands ആണ് പറയുന്നത്. വർക്ക് പ്ലേസിലായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ഒരു ക്ലാരിഫിക്കേഷൻ. 7 of Wandsന്റെ ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ആൻഡ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ എന്താണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്, യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്. ഓ ഓക്കെ, അഗൈൻ ഒരു കാർഡ് കൂടി ഒന്നുകൂടി വേണം എനിക്ക്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു ഔട്ട്കം യൂണിവേഴ്സ് എന്താ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഔട്ട്കം യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്ക് എന്ത് വരും അല്ലെങ്കിൽ എന്ത് കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇതിൻ്റെ ഔട്ട്കം ആയിട്ട്. ഓക്കെ, റിന്യൂവൽ, വെരി ഗുഡ്. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, ശരി. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ 7 of Wands ആണ്. 7 of Wands കാർഡിൽ നമ്മൾ പറയുന്നത് ഇന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവനവന് വേണ്ടി ഇന്നൊന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്കൊന്ന് നമ്മൾ പറയില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളൊന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ പിടിച്ചു നിൽക്കേണ്ടി വരും. ഓക്കെ, എനിക്ക് ഇന്ന കാര്യം വേണം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് ഒരു ഫൈറ്റ് വേണ്ടി വരുന്ന ലക്ഷണമാണ് എനിക്ക് കാണുന്നത്. ഒരു ചാലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് മറ്റുള്ളവർ മുമ്പിൽ മാത്രം എന്നല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി നിങ്ങളുടെ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്കൊരു തടസ്സം ഫേസ് ചെയ്യും നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ റെസ്ട്രിക്ഷൻ നിങ്ങൾ ഫേസ് ചെയ്യും. ഓക്കെ, ഒരുപാട് പേര് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെയാണ്. സോ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിങ്ങളെ എതിർക്കുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം വരും. സോ നിങ്ങളിവിടെ ഒരു ഫൈറ്റിംഗ് മോഡിൽ നിന്ന് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് എനിക്ക്. അതായത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ചിലപ്പോൾ സ്റ്റാൻഡ് എടുക്കുന്നതായിരിക്കാം, അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിരിക്കാം. എനിക്ക് വേണ്ട കാര്യത്തിന് എനിക്കത് വേണം അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്ന പോലെയാണ്. എൻ്റെ ഇവിടെ ഹെർമിറ്റ് കാർഡ് ഉണ്ട്. നിങ്ങളോട് പറയുന്നത് ഓക്കെ, ടെൻഷൻ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം ഡീപ്പ് തിങ്കിങ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവനവനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളുടെ ഒരു ഡിസ്കവറിയുടെ ടൈമാണിതിപ്പോൾ. ഓക്കെ, അഗെയിൻ ഇതും ഒരു മെൻറ്റോർഷിപ്പ് ഉണ്ട്, ഇവിടെയും വൈസ് കൗൺസിലർ ഉണ്ട്. സോ എവിടെയോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസ് മെയിൻലി. ഓക്കെ, കാരണം ഇതിവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മുമ്പിൽ വരും. സോ ഇവിടെ ആക്ഷനായിട്ടും പറയുന്നത് യൂണിവേഴ്സ് എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മേ ബി നിങ്ങളൊരു കൗൺസിലറിൻ്റെ അഡ്വൈസ് എടുക്കേണ്ടി വരും. ആരുടെയെങ്കിലും ഇതും അത് തന്നെയാണ്. നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവനവൻ്റെ ഉള്ളിൽ ഓക്കെ നിങ്ങൾ നല്ലോണം ഡീപ്പായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എനിക്ക് വേണ്ട കാര്യം ശരിയാണോ, ഞാൻ ഒരുപാട് വാശി പിടിക്കുകയാണോ, അതോ ശരിക്കും എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ എതിർക്കുന്നത് ശരിയാണോ, ഞാൻ അവിടെ അവരുടെ മുമ്പിൽ താണു കൊടുക്കണോ എന്നൊക്കെയുള്ള ഒരു നിങ്ങൾ നല്ലോണം ആലോചിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾ സ്വയം ചിന്തിക്കുക എന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും അഡ്വൈസ് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് അതാ വരുന്നത്. ഓക്കെ, യൂണിവേഴ്സിനോട് ചോദിക്കാം, വേറെ ആരെയുണ്ടെങ്കിലും ചോദിക്കാം, ഹെൽപ്പ് അല്ലെങ്കിൽ ശരിക്കും ഒരു കൗൺസിലിംഗ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, കാരണം ഇവിടെ ഒരു കൺഫ്യൂഷൻ മൈൻഡ്, നിങ്ങളുടെ മൈൻഡ് ഒന്ന് കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ആ ഒരു ചോയ്സ് എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനുവേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. സോ അവിടെ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് സപ്പോർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാം. ഓക്കെ, ഇത് മേ ബി റിലേഷൻഷിപ്പിലായിരിക്കാം ചോയ്സസിൻ്റെ കാര്യം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ഉറച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. ഓക്കെ, ആ തീരുമാനം പക്ഷേ എടുക്കാൻ പറ്റിയാലല്ലേ നമുക്ക് ഉറച്ച് നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആവണം, എനിക്കെന്താ വേണ്ടത് അല്ലേ. ആ ക്ലിയറിങ് നിങ്ങൾ കൊണ്ടുവരാം. ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ചിലപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അത് അംഗീകരിച്ചില്ല എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം. ഓക്കെ,
അതൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിൽ ഫോക്കസ് കൊടുക്കേണ്ട സമയമാണിപ്പോൾ. ആൻഡ് നിങ്ങൾ ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളോട് പറയുന്ന മനസ്സിൽ അങ്ങനെ നമ്മളെപ്പോഴും ഒരു ചോയ്സ് എടുക്കാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? അതായത് ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ എൻ്റെ റിലേഷൻസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം. ഓക്കെ, പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫാമിലിയിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം കിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം, അങ്ങനെ പല ചിന്തകളും നമ്മുടെ ഉള്ളിലുണ്ടാവും. സോ യൂണിവേഴ്സ് പറയുന്നത് അത് മാറ്റി വയ്ക്കാം. ഓക്കെ, അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്നൊന്ന് ചിന്തിക്കൂ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ആ തീരുമാനം എടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം ആരോടെങ്കിലും. ഓക്കെ, ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റിന്യൂവലാണ് കാണുന്നത്. അഗെയിൻ ഇവിടെ 9 ഓഫ് സോർട്സ് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ ഒരുപാട് ടെൻഷൻ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഓക്കെ, നിങ്ങളെ ഉറക്കമില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഇവിടെ റിന്യൂവലാണ് കാണുന്നത്. വീണ്ടും നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇവിടെ കൂടുതലും ഇത് പറയുന്നത് എന്താ പറയുക, ഒരു റിഫ്ലക്ഷൻ, സെൽഫ് ഇവാലുവേഷൻ, റീബർത്ത് എന്നാണ്. നിങ്ങൾ അവനവനിലാണ് നിങ്ങൾ അവനവനെ മനസ്സിലാക്കും. ഓക്കെ, നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് വേറെന്തോ നല്ലത് പുതിയത് നിങ്ങൾക്ക് കൊണ്ടുവരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇത് ബന്ധങ്ങളിൽ റിന്യൂവൽ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിന്യൂവൽ, അതായത് അവിടെ ഒരു റീസ്റ്റാർട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ നിങ്ങൾ പുറത്തു വരും. ഓക്കെ, ടെൻഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ആൻഡ് അത് മാത്രമല്ല, ആക്ച്വലി നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് നിങ്ങളായിട്ട് ചെയ്യണം. നെഗറ്റിവിറ്റിയാണിത്, നെഗറ്റീവ് തിങ്കിങ്, ഓവർ തിങ്കിങ് എന്നാൽ നിങ്ങൾ ഉറക്കം പോലും കളയുക. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ആവശ്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാൽ, ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ടെൻഷൻ വെറുതെ നിങ്ങളുടെ മനസ്സിലാണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കില്ല എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിലെ തോന്നലായിരിക്കാം ചിലപ്പോൾ. ഓക്കെ, പക്ഷെ അവർ ചെയ്തോളും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ഉറച്ച് പറയാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ 3 ഓഫ് നിങ്ങൾക്കൊരു നിങ്ങൾ ഗോൾ വെച്ച് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും. എക്സ്പാൻഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലോ എന്തിലാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായാലും ഓവറോൾ. ഓക്കെ, ഈവൻ ഇപ്പോൾ ജോലി സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും എതിർപ്പുകൾ നിങ്ങൾ ഫേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയിൽ എന്തെങ്കിലും എതിർപ്പുകൾ ഫേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും, ഓക്കെ, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് മെയിനായിട്ട്. എന്തായാലും ഇത് വീണ സ്ഥിതിക്ക് ഞാൻ എടുക്കുന്നു. ഹാവ് കറേജ്, സ്റ്റോപ്പ് ഹൈഡിങ്, ഷോ അപ്പ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി സീൻ. അവനവനെ ഞാൻ ഇപ്പോൾ എങ്ങോട്ടാണ് കാണിക്കുന്നത് എനിക്ക് അറിയുന്നില്ല, സോറി, ഈ ഒരു ആംഗിളിൽ എനിക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക എന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് അതൊക്കെ മറ്റുള്ളവർ കണ്ടോട്ടെ, ഓക്കെ, അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, courage, be courageous. Okay, avoidance is the key to see the need to avoid discomfort but also to overcome it and thrive. Yes, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു ഞാൻ അല്ലേ, നിങ്ങളതിനെ നേരിടേണ്ടി വരും, ചാലഞ്ചിനെ നേരിടേണ്ടി വരും, നിങ്ങൾ അവനവന് വേണ്ടി സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. അവനവന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ആ ചാലഞ്ചിനെ ഓവർകം ചെയ്യണം അല്ലേ. അതിനെ അവോയ്ഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എപ്പോഴായാലും നിങ്ങളത് നേരിടാനുണ്ട്. സോ അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിനെ എങ്ങനെ നമ്മൾ ഓരോന്നും അഭിമുഖീകരിക്കും, അല്ലെങ്കിൽ ഓരോന്നിനെയും നമ്മൾ എങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് പഠിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അവോയ്ഡ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഫേസ് ഇറ്റ് ആൻഡ് മൂവ് ഫോർവേഡ്. സ്പിരിച്വൽ അവേക്കനിങ്, സിറ്റ് വിത്ത് യുവർ ഷാഡോസ് ഇസ് ദ വേ ടു എൻലൈറ്റൻമെൻറ്റ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. ആക്ച്വലി ഹെർമിറ്റ് കാർഡ് അതാണ്. ഓക്കെ, നിങ്ങളൊന്ന് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് എൻലൈറ്റൻമെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് കുറേ മനസ്സിലാക്കാൻ തുടങ്ങും. ഇത് രണ്ടും ഒരേ കാർഡാണ് കേട്ടോ. ഓക്കെ, ഫൈൻ, ഒരു 2 കാർഡ് കൂടി എടുത്തേക്കാം പെട്ടെന്ന്. ലെറ്റ്സ് സീ. ഹീൽ ത്രൂ ആർട്ട്. ഓക്കെ, എക്സ്പ്രസ് യുവർ ഷാഡോസ് ഇൻ ആർട്ട് ആൻഡ് ലെറ്റ് ദ ഹീലിംഗ് അൺഫോൾഡ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് മേ ബി നിങ്ങൾക്ക് എഴുതുക അല്ലെങ്കിൽ വരയ്ക്കുക, ചിലപ്പോൾ പാട്ടിൻ്റെ ത്രൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ആർട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഹീലിംഗ് വരുമെന്നാണ് പറയാം. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. സോ മേ ബി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടാലൻസ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, ഇല്ലാത്തവരും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഹീലിംഗ് കൊണ്ടുവരാൻ ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എന്നാണ് പറയുന്നത്. മേ ബി വരയ്ക്കാനോ ആർട്ടിസ്റ്റൊക്കെ കളർ ചെയ്യേ അങ്ങനെയൊക്കെ. ആക്ച്വലി കളറിങ് തെറപ്പിയൊക്കെ ഉണ്ട്. സോ അങ്ങനെ വല്ലതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്താൽ മേ ബി നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും.
ആൻഡ് ഇമോഷണൽ റിലീസ്. യെസ്, ലെറ്റിംഗ് ഗോ ക്രിയേറ്റ്സ് എ സ്പേസ് ഫോർ ന്യൂ ബിഗിനിങ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് അതിനെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഇമോഷണലി നമ്മുടെ മനസ്സിൽ നിന്ന് ചില പേടികളൊക്കെ റിലീസ് ചെയ്ത് വിടണം, ചില നമ്മുടെ ടെൻഷൻസ് റിലീസ് ചെയ്ത് വിടണം. അപ്പോൾ മാത്രമേ ന്യൂ ബിഗിനിങ്സ് വരുള്ളൂ എന്നാണ്. ഓക്കെ, ഞാൻ കൂടുതൽ ഇതാക്കുന്നില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.